സമരം ചെയ്തും കേസ് കൊടുത്തും
ഒരു കടുതിയെ പോലും നേടാൻ കഴിവില്ലാത്തൊരു കരിങ്കാലികളെ ഉത്തരവായ കുടിശ്ശിക നൽകാൻ കൂട്ടായ്മ നേടിയ കോടതി വിധി അട്ടിമറിക്കാൻ നോക്കേണ്ട കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ കോപ്പുകൂട്ടും കസ്മലരെ അടിമക്കൂട്ടം പലിശകളെ നിങ്ങൾക്കിനിയും മാപ്പില്ല കൂട്ടായ്മ എന്നൊരു പ്രസ്ഥാനം പെൻഷൻകാരുടെ പ്രസ്ഥാനം ആർക്കും വിടുപടി ചെയ്യില്ല ആനുകൂല്യം തട്ടിയെടുക്കാൻ ആരും തന്നെ കരുതേണ്ട തട്ടിയെടുത്ത ആർക്കും വിടുപടി ചെയ്യാതെ അന്തസ്സോടെ പടവരുതി പിടിച്ചെടുക്കും പ്രസ്ഥാനം അവകാശങ്ങൾ നേടിയെടുക്കാൻ പെൻഷൻ സുരക്ഷ ഉറപ്പാക്കാൻ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാൻ നിയമസമര പോരാട്ടങ്ങൾ തുടരും ഞങ്ങൾ വിജയം വരെ പെൻഷൻകാരുടെ സംഘടന അവകാശങ്ങൾ അട്ടിമറിച്ചാൽ ഞങ്ങളിലില്ല രാഷ്ട്രീയം ഞങ്ങളിലില്ല കാറ്റഗറി ഞങ്ങളിലില്ല ട്രേഡ് യൂണിയൻ ഞങ്ങളിലില്ല ട്രേഡ് യൂണിയൻ
ഞങ്ങളിലില്ല ജാതിമതം, ഞങ്ങളിലില്ല ജാതിമതം, ഒന്നിച്ചൊന്നായി പോരാടും, ഒന്നിച്ചൊന്നായി പോരാടും, ഒന്നിച്ചൊന്നായി പോരാടും. പെൻഷൻ ഞങ്ങളുടെ ജീവിത വേദനം, പെൻഷൻ ഞങ്ങളുടെ ജീവിത വേദനം, പെൻഷൻ ഞങ്ങളുടെ ജീവിത വേദനം, പെൻഷൻ ഞങ്ങളുടെ ജീവിത വേദനം. ശ്വാസം അവകാശം, ശ്വാസം അവകാശം, ശ്വാസം അവകാശം, ശ്വാസം അവകാശം. വാണം പോലെ കുതിച്ചുയരും, വാണം പോലെ കുതിച്ചുയരും, വാണം പോലെ കുതിച്ചുയരും, വാണം പോലെ കുതിച്ചുയരും. നിത്യോപയോഗ വിലക്കയറ്റം, നിത്യോപയോഗ വിലക്കയറ്റം, നിത്യോപയോഗ വിലക്കയറ്റം, നിത്യോപയോഗ വിലക്കയറ്റം. തകർത്ത് മുന്നേറുമ്പോൾ, തകർത്ത് മുന്നേറുമ്പോൾ, കൊല്ലം ഏറെ പണി ചെയ്ത്, കൊല്ലം ഏറെ പണി ചെയ്ത്, കൊല്ലം ഏറെ പണി ചെയ്ത്, കൊല്ലം ഏറെ പണി ചെയ്ത്, വല്ലായ്മയിൽ കഴിയുമ്പോൾ, വല്ലായ്മയിൽ കഴിയുമ്പോൾ, വല്ലായ്മയിൽ കഴിയുമ്പോൾ, വല്ലായ്മയിൽ കഴിയുമ്പോൾ, പട്ടിണി മാറ്റാൻ മരുന്ന് വാങ്ങാൻ, പട്ടിണി മാറ്റാൻ മരുന്ന് വാങ്ങാൻ, പട്ടിണി മാറ്റാൻ മരുന്ന് വാങ്ങാൻ, പട്ടിണി മാറ്റാൻ മരുന്ന് വാങ്ങാൻ. ഞങ്ങൾക്കുള്ളൊരു ക്ഷാമാശ്വാസം, ഞങ്ങൾക്കുള്ളൊരു ക്ഷാമാശ്വാസം, ഞങ്ങൾക്കുള്ളൊരു ക്ഷാമാശ്വാസം, ഞങ്ങൾക്കുള്ളൊരു ക്ഷാമാശ്വാസം. ജീവൻ കൊക്കിൽ ഉള്ളപ്പോൾ, ജീവൻ കൊക്കിൽ ഉള്ളപ്പോൾ, ജീവൻ കൊക്കിൽ ഉള്ളപ്പോൾ, ജീവൻ കൊക്കിൽ ഉള്ളപ്പോൾ വിട്ടുതരില്ല കെട്ടായം, വിട്ടുതരില്ല കെട്ടായം, വിട്ടുതരില്ല കെട്ടായം, വിട്ടുതരില്ല കെട്ടായം. പറയുന്നതാരെന്നറിയാമോ, 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 പറയുന്നതാരെന്നറിയാമോ. തട്ടിയെടുത്തൊരു പെൻഷൻ ഫണ്ട്, തട്ടിയെടുത്തൊരു പെൻഷൻ ഫണ്ട്, തട്ടിയെടുത്ത പെൻഷൻ ഫണ്ട്, തട്ടിയെടുത്ത പെൻഷൻ ഫണ്ട്. പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ, പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ, പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ, പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ. ഉത്തരവാക്കിയ സംഘടന, ഉത്തരവാക്കിയ സംഘടന, ഉത്തരവാക്കിയ സംഘടന, ഉത്തരവാക്കിയ സംഘടന. പെൻഷൻ വ്യവസ്ഥ അട്ടിമറിക്കാൻ, പെൻഷൻ വ്യവസ്ഥ അട്ടിമറിക്കാൻ, പെൻഷൻ വ്യവസ്ഥ അട്ടിമറിക്കാൻ, പെൻഷൻ വ്യവസ്ഥ അട്ടിമറിക്കാൻ. പടച്ചുവിട്ട വിളംബരം, പടച്ചുവിട്ട വിളംബരം, പടച്ചുവിട്ട വിളംബരം, പടച്ചുവിട്ട വിളംബരം. തിരിച്ചെഴുതിച്ച സംഘടന, തിരിച്ചെഴുതിച്ച സംഘടന, തിരിച്ചെഴുതിച്ച സംഘടന, തിരിച്ചെഴുതിച്ച സംഘടന. ഡ്യൂട്ടി തടഞ്ഞും പെൻഷൻ കാത്ത, ഡ്യൂട്ടി തടഞ്ഞും പെൻഷൻ കാത്ത, ഡ്യൂട്ടി തടഞ്ഞും പെൻഷൻ കാത്ത സംഘടന, ഡ്യൂട്ടി തടഞ്ഞും പെൻഷൻ കാത്ത സംഘടന, ഡ്യൂട്ടി തടഞ്ഞും പെൻഷൻ കാത്ത സംഘടന. അതാണ് ഈ കൂട്ടായ്മ, അതാണ് ഈ കൂട്ടായ്മ, അതാണ് ഈ കൂട്ടായ്മ, അതാണ് ഈ കൂട്ടായ്മ. പെൻഷൻകാരുടെ പേര് പറഞ്ഞ്, പെൻഷൻകാരുടെ പേര് പറഞ്ഞ്, പെൻഷൻകാരുടെ പേര് പറഞ്ഞ്, പെൻഷൻകാരുടെ പേര് പറഞ്ഞ് പിരിവും നുണയും കൊണ്ട് നടന്ന്, പിരിവും നുണയും കൊണ്ട് നടന്ന്, പിരിവും നുണയും കൊണ്ട് നടന്ന്, പിരിവും നുണയും കൊണ്ട് നടന്ന്. 40 കൊല്ലം തിന്നുകൊഴുത്ത, 40 കൊല്ലം തിന്നുകൊഴുത്ത, കൊല്ലം 40 തിന്നുകൊഴുത്ത, കൊല്ലം 40 തിന്നുകൊഴുത്ത. പിഎക്കാരെ കേട്ടോളൂ, പിഎക്കാരെ കേട്ടോളൂ, പിഎക്കാരെ കേട്ടോളൂ, പിഎക്കാരെ കേട്ടോളൂ. ചതിയന്മാരുടെ കൂടാരത്തിൽ, ചതിയന്മാരുടെ കൂടാരത്തിൽ, ചതിയന്മാരുടെ കൂടാരത്തിൽ, ചതിയന്മാരുടെ കൂടാരത്തിൽ. പെൻഷൻകാരെ വിറ്റുതുലയ്ക്കാൻ, പെൻഷൻകാരെ വിറ്റുതുലയ്ക്കാൻ, പെൻഷൻകാരെ വിറ്റുതുലയ്ക്കാൻ, പെൻഷൻകാരെ വിറ്റുതുലയ്ക്കാൻ. കപ്പം വാങ്ങിയ നിങ്ങൾക്ക്, കപ്പം വാങ്ങിയ നിങ്ങൾക്ക്, കപ്പം വാങ്ങിയ നിങ്ങൾക്ക്, കപ്പം വാങ്ങിയ നിങ്ങൾക്ക്. ബിആർ വേണ്ട, കുടിശ്ശിക വേണ്ട, ബിആർ വേണ്ട, കുടിശ്ശിക വേണ്ട, ബിആർ വേണ്ട, കുടിശ്ശിക വേണ്ട, ബിആർ വേണ്ട, കുടിശ്ശിക വേണ്ട. അറ്റും വേണ്ട, കരാറും വേണ്ട, അറ്റും വേണ്ട, കരാറും വേണ്ട, അറ്റും വേണ്ട, കരാറും വേണ്ട, അറ്റും വേണ്ട, കരാറും വേണ്ട. പെൻഷൻ ഫണ്ടും വേണ്ടേ വേണ്ട, പെൻഷൻ ഫണ്ടും വേണ്ടേ വേണ്ട, പെൻഷൻ ഫണ്ടും വേണ്ടേ വേണ്ട, പെൻഷൻ ഫണ്ടും വേണ്ടേ വേണ്ട. പെൻഷൻകാരെ വേണ്ടേ വേണ്ട, പെൻഷൻകാരെ വേണ്ടേ വേണ്ട, പെൻഷൻകാരെ വേണ്ടേ വേണ്ട, പെൻഷൻകാരെ വേണ്ടേ വേണ്ട. കാലം നിങ്ങളുടെ മുഖത്ത് നോക്കി, കാലം നിങ്ങളുടെ മുഖത്ത് നോക്കി, കാലം നിങ്ങളുടെ മുഖത്ത് നോക്കി, കാലം നിങ്ങളുടെ മുഖത്ത് നോക്കി. വഞ്ചകരെന്ന് വിളിക്കുമ്പോൾ, വഞ്ചകരെന്ന് വിളിക്കുമ്പോൾ പെൻഷൻകാരും ജീവനക്കാരും, പെൻഷൻകാരും ജീവനക്കാരും ഒന്നിച്ചൊന്നായി വിളിക്കുന്നു, ഒന്നിച്ചൊന്നായി വിളിക്കുന്നു. പെൻഷനേഴ്സ് കൂട്ടായ്മ സിന്ദാബാദ്, 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 പെൻഷനേഴ്സ് കൂട്ടായ്മ സിന്ദാബാദ്.
പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 1-ാം തീയതി നമ്മൾ വഞ്ചനാ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ കാര്യപരിപാടികൾ തുടങ്ങുന്നതിനായിട്ട് നമ്മൾ ഈ യോഗത്തിന്റെ അധ്യക്ഷയായിട്ട് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീമതി EP ശ്രീദേവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയരെ, വേദിയിലും സദസ്സിലും ഉള്ള ഏവർക്കും സ്വാഗതം. നാം ഇന്ന് ഒരു DA നിഷേധം അനുവദിച്ച DA കുടിശ്ശിക നൽകാത്തതിനെതിരെയുള്ള ഒരു വഞ്ചന ദിനമാണ് ഇന്ന് ഈ സെപ്റ്റംബർ 1-ന് നമ്മുടെ വൈദ്യുതി ഭവന്റെ അങ്കണത്തിൽ നാം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, KSEB ലിമിറ്റഡിലെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഏക ആശാ കേന്ദ്രമായി ഇന്ന് നിലകൊള്ളുകയാണ് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ. അവകാശങ്ങൾക്കായി തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന, അനുദിനം പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് നമ്മുടെ ഈ പെൻഷനേഴ്സ് കൂട്ടായ്മ. നമുക്കറിയാം, നമ്മുടെ സംഘടനയുടെ ശ്രമഫലമായി വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ, പെൻഷൻ പറ്റി പിരിഞ്ഞ പെൻഷൻകാരുടെയും വിയർപ്പൊഴുക്കിയതിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള രീതികളാണ് കുറേയേറെ കാലമായി വൈദ്യുതി രംഗത്ത് കണ്ടുവരുന്നത്. അവസാനമായി നാം നേടിയെടുത്ത ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് KSEBയിലെ പെൻഷൻകാർക്കും ജീവനക്കാർക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ നേടിയെടുത്ത DA ക്ഷാമബത്ത, ക്ഷാമാശ്വാസം, അത് കോടതി പറഞ്ഞത് ഒന്നുകിൽ മുഴുവനായും അല്ലെങ്കിൽ ഗഡുക്കളായോ നൽകണമെന്ന് നമ്മുടെ മാനേജ്മെന്റിനോട് ഉത്തരവിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ആ ഉത്തരവ് ഏതോ ഗൂഢ ലക്ഷ്യം വച്ചുകൊണ്ട് ഭരണകക്ഷി യൂണിയനിൽപ്പെട്ടവരാകട്ടെ മാനേജ്മെന്റ് ആകട്ടെ ഒത്തുകളിച്ചുകൊണ്ട് ആ ഉത്തരവിനെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതിനെതിരെയാണ് നാം ഇന്നിവിടെ പോരാടുന്ന ഈ പ്രതിഷേധ സംഗമത്തിലൂടെ നാം പോരാടാൻ നിശ്ചയിച്ചിരിക്കുന്നത്. എനിക്ക് ഇവിടെ സംസാരിക്കാൻ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് സമയം വളരെ പരിമിതമാണ്. ആയതുകൊണ്ട് നമ്മളുടെ ഈ പരിപാടി ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി നമ്മളുടെ ഈ പ്രതിഷേധ സംഗമ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുന്നതിനായി സംസ്ഥാന സെക്രട്ടറി ശ്രീ ഷാജി ഖാനെ
ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീമതി ഇ പി ശ്രീദേവി, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കൂട്ടായ്മ കേസിലെ ഇടക്കാല ഉത്തരവ് പ്രകാരമുള്ള DADR കുടിശ്ശിക 31 മാസം കൊണ്ട് കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക ഹൈക്കോടതി അനുവദിക്കുകയും 10 ഗഡുക്കളായി കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൽ അട്ടിമറി നടത്തിയ പഴയ പെൻഷൻ അസോസിയേഷനും NCCO എന്ന് പറയുന്ന സംഘടന ദീർഘനേരം എന്നെ സംബന്ധിച്ച് സമയമില്ല. അതുകൊണ്ട് ഈ യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പേ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അലി റാവുത്തർക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. തുടർന്ന് ഈ വിശദീകരണം നടത്തുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി VP രാധാകൃഷ്ണൻ, അദ്ദേഹത്തിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ വിമൽ ചന്ദാണ്, അദ്ദേഹത്തിന്റെ സ്വാഗതം അഭ്യർത്ഥിക്കുന്നു. ഈ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീമതി ശ്രീദേവി അവർക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് തുടർ നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി അധ്യക്ഷയെ ചുമതലപ്പെടുത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അലി എം റാവുത്തർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനിയായ ഈ യോഗാധ്യക്ഷ, എറണാകുളത്ത് നിന്ന് വന്ന നമ്മുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീമതി ഇ പി ശ്രീദേവി, ഈ യോഗത്തിന്റെ മുഖ്യ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, എറണാകുളത്ത് നിന്ന് കൃത്യസമയത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ VP രാധാകൃഷ്ണൻ, സ്വാഗതം ആശംസിച്ച ശ്രീ ഷാജി ഖാൻ, സംഘടനയുടെ സംസ്ഥാന ട്രഷറർ പത്തനംതിട്ട നിന്നുള്ള ശ്രീ P സോമരാജൻ, മറ്റ് ഇവിടെ സദസ്സിലുള്ള മറ്റ് സംസ്ഥാന ഭാരവാഹികളെ, ഇവിടെ നമ്മുടെ ഈ ജാഥയ്ക്ക് ഒരാഹ്വാനം, വാട്സാപ്പിൽ കൂടിയുള്ള ഒരു ആഹ്വാനം മാത്രം കേട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലാ നേതാക്കന്മാരെ, നമ്മുടെ കൂട്ടായ്മ കുടുംബാംഗങ്ങളെ, നമ്മളെ സദയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഭാവിയിൽ പെൻഷനേഴ്സ് കൂട്ടായ്മയിൽ അംഗങ്ങളാകേണ്ട ഈ വൈദ്യുതി ഭവനത്തിലെ 10 നിലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ജീവനക്കാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ആമുഖ പ്രസംഗത്തിൽ, അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ നമ്മുടെ ഈ എന്തിനാണ് ഇന്നിവിടെ ഒരു വഞ്ചനാ ദിനം ആചരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. മറ്റൊന്നുമല്ല, നമുക്ക് അവകാശപ്പെട്ട 1/22 മുതൽ 7/24 വരെ 31 മാസത്തേക്ക് 3% നിരക്കിൽ ഏകദേശം 2000 രൂപ മുതൽ 6000 രൂപ വരെ ഈ ബോർഡിലെ വിഭിന്ന മേഖലയിൽ നിന്നും ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത നമുക്ക് ജീവനക്കാർക്ക്, അതിവിടെ ഇരിക്കുന്ന കൂട്ടായ്മക്കാർക്ക് മാത്രമല്ല, മറ്റ് ജില്ലകളിലുള്ള കൂട്ടായ്മ അംഗങ്ങൾക്ക് മാത്രമല്ല, ഈ ബോർഡിലുള്ള 41,000 പെൻഷൻകാർക്കും ലഭിക്കേണ്ട DAR കുടിശ്ശിക, അതിനോടൊപ്പം തന്നെ ബോർഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം 25,000-നും 30,000-നും ഇടയ്ക്കുള്ള ജീവനക്കാർക്ക് കിട്ടേണ്ട DA, അത് PF-ലേക്ക് പോകുന്നു എന്നുള്ളത് വേറെ ഒരു കഥ. അപ്പൊ അത് കൃത്യമായി തരും എന്ന് ബോർഡ് ഉത്തരവിറക്കി, 29/7/24 ഉത്തരവിറക്കി. ഇത്ര കാലം നമ്മളെ പറ്റിച്ചു. ചില സംഘടനകളൊക്കെ പറഞ്ഞു അത് ഇൻകം ടാക്സിൽ കൊടുക്കേണ്ടതുകൊണ്ടാണ്. ഇൻകം ടാക്സിന്റെ ആ പീരീഡ് കഴിഞ്ഞാൽ എന്തുമാത്രം ഇൻകം ടാക്സ് ആണ് ആരും അടയ്ക്കാതിരിക്കുന്നതെന്ന് അറിയുമോ? അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ 4/25 മുതൽ തരുമെന്നൊക്കെ ഇവിടെ വലിയ
വീരഗാഥകളൊക്കെ ഇറക്കിയവരൊക്കെ ഉണ്ട്. ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ നോക്കിയിരുന്നു, നിവേദനം കൊടുത്തു, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൊടുത്തു, ചെയർമാന് കൊടുത്തു, ബോർഡ് അധികാരികൾക്ക് കൊടുത്തു. എവിടെയും ഒരു തീരുമാനമില്ല. അതിന് ഉടനെ തന്നെ 7.22 മുതൽ ഒരു 4% ഗഡു 4.25 മുതൽ നമുക്കെല്ലാം അനുവദിച്ചു. അതിന് കുടിശ്ശികയുമില്ല. അപ്പൊ കുടിശ്ശിക തരുമെന്ന് പറഞ്ഞത് തരാത്തത് കൊണ്ട് നമ്മൾ കോടതിയിൽ പോയി. അവസാനം കോടതി മാത്രമാണ് അഭയം. കാരണം മറ്റ് 2 കേസുകൾ കോടതിയിൽ, അതായത് ഡ്യൂട്ടി പിൻവലിക്കുന്നതിന് മറവിൽ പെൻഷൻ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ത്രികക്ഷി കരാറിന്റെ ഭാഗമായി ഉണ്ടാക്കിയ മാസ്റ്റർ ട്രസ്റ്റിലെ വ്യവസ്ഥകൾ നിഷേധിക്കുന്ന ഉത്തരവ്, ആ ഉത്തരവിനെതിരെ നമ്മൾ കോടതിയിൽ പോയി. ഇപ്പോഴും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് മോഡിഫൈ ചെയ്ത് നമ്മുടെ അനുവാദത്തോടുകൂടി, കൂട്ടായ്മയുടെ അനുവാദത്തോടുകൂടി മോഡിഫൈ ചെയ്തു. പക്ഷെ ഇന്നും നിങ്ങളും ഞാനും, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സംഘടനയിൽ ഇല്ലാത്തവരും ഉൾപ്പെടെയുള്ളവർ പെൻഷൻ വാങ്ങിക്കുന്നത് ആ ഡ്യൂട്ടി ഇന്നും ബോർഡിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, നമ്മുടെ മാസ്റ്റർ ട്രസ്റ്റ്, അതിനുവേണ്ടി നമ്മൾ കോടതിയിൽ പോയി. വേറെ എല്ലാ വഴികളും മുട്ടിയപ്പോഴാണ് നമ്മൾ കോടതിയിൽ പോയത്. ആക്ഷേപിക്കുന്നവരുണ്ടാകും, അതിന് പ്രയോജനം ലഭിക്കുന്ന അവർ കൂടിയാണ്. അവിടെ നമ്മൾ സർക്കാരിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചു. മല്ലയുദ്ധത്തിന് ശേഷം, കോടതി അലക്ഷ്യത്തിന് ശേഷം, കോടതി അലക്ഷ്യ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 6/9/24 സർക്കാർ ഉത്തരവിറക്കി. അതിൽ 7 കാര്യങ്ങൾ പറഞ്ഞു. അത് ഇനിയും നടപ്പിലാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യം ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിന്റെ നടപടികൾ നടന്നു വരികയാണ്. സർക്കാരിന് ഉത്തരവില്ല. അവിടെ ഉത്തരവ് അതിന്റെ അഫിഡവിറ്റ് കൊടുക്കാതെ ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. 24% വെച്ച് നമ്മൾ എന്നാണോ മാസ്റ്റർ ട്രസ്റ്റ് നിയമത്തിൽ വന്നത്, ഇൻകം ടാക്സിന്റെ അനുഭാവത്തോടുകൂടി എന്ന് വന്നു അന്ന് മുതൽ ഇന്ന് വരെ മാസ്റ്റർ ട്രസ്റ്റിൽ നിശ്ചയിക്കേണ്ട തുകയുടെ 24% അതിനകത്ത് കണ്ടെത്തണം, ബോർഡ് കണ്ടെത്തണം. അപ്പൊ ഇതിനെല്ലാം വേണ്ടിയാണ് നമ്മൾ ഈ ഉത്തരവ് വാങ്ങിച്ചത്. പക്ഷെ ഇന്ന് ഓഗസ്റ്റ് 31-നകം ഒന്നുകിൽ ഒന്നിച്ചോ അല്ലെങ്കിൽ ഗഡുക്കളായോ 1.22 മുതൽ 7.24 വരെയുള്ള കുടിശ്ശിക 3%, 10 ഗഡുക്കളായിട്ടോ 12 ഗഡുക്കളായിട്ടോ അല്ലെങ്കിൽ നേരത്തെ ആരോ പറഞ്ഞതുപോലെ 1000 ഗഡുക്കളായിട്ടോ നമുക്ക് തരണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. കോടതി ഉത്തരവിട്ട ഉടനെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. 13-ാം തീയതി ഒരു മീറ്റിംഗ്, അതിന്റെ പേരും പറഞ്ഞ് എങ്ങനെ കൂട്ടായ്മക്കാരൻ ഇവിടുത്തെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി അനുകൂലമായി സമ്പാദിച്ച വിധി നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ വലിയ വലിയ ഘോരഘോരം പ്രസംഗിക്കുന്ന ട്രേഡ് യൂണിയൻകാർ അവർ NCCOI എന്നുള്ള ഒരു ചട്ടത്തിന്റെ പേരിൽ ഒരു ഉടുപ്പെടുത്തിട്ടുകൊണ്ട് അതിന് തുരങ്കം വയ്ക്കുക. അതിനുവേണ്ടി ആ തുരങ്കം വെച്ചതിൽ വീണുപോയ ബോർഡിലെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ചിലരുണ്ട്. അവരിത് കേട്ടോണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അവരെന്ന് പപ്പ അടിക്കുകയാണ്. കാരണം 31/8/2025 മുമ്പ് കോടതി കൊടുക്കണമെന്ന് പറഞ്ഞിറക്കിയ ഉത്തരവ്, അതിനെ കാറ്റിൽ പറത്തി കോടതിക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഒരു FTD നോട്ട് എഴുതി ഫുൾ ബോർഡിന് കൊടുത്ത് അതിനൊരു ഉത്തരവ് ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഞാനും 4-5 കൊല്ലക്കാലം ഈ ബോർഡ് ഓർഡറുകളൊക്കെ ഉണ്ടാക്കിയ ആളാണ്. ഒരു ഫുൾ ടൈം ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗിൽ ഫുൾ ബോർഡിലേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അതിന് ബോർഡ് ഉത്തരവ് ഇറക്കുക. പക്ഷെ നമുക്ക് നല്ലതായി ആ ബോർഡ് ഉത്തരവ് ഇറക്കിയെന്ന് ഞങ്ങൾ തൊട്ടടുത്ത ദിവസം കോടതിയിൽ ആ ഉത്തരവ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മനഃപൂർവ്വമാണ്. കാരണം ഇപ്പോൾ കോടതി അടച്ചിരിക്കുന്നു ഓണത്തിന്റെ അവധിക്ക്. അപ്പൊ ഇത് ഏതോ ഒരു ഗൂഢാലോചന നടത്തി ഓണത്തിന് മുമ്പ് ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ അല്ലെങ്കിൽ സംഘടനകൾ അവർക്ക് വേണ്ടി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാൻ വേണ്ടി അടവുകൾ എടുക്കുക. അതിനെതിരെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വഞ്ചനാ ദിനം ആചരിക്കുന്നത്. കോടതിയിലെ കേസ് 8-ാം തീയതി കോടതി തുറക്കുമ്പോൾ വരും. അതിന് മുമ്പേ ഒരു ഉത്തരവ് ഇറക്കുമായിരിക്കാം. ഇറക്കിയില്ലെങ്കിൽ അവരുടെ ഗതികേട്. നമ്മുടെ പഴയ ചെയർമാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 31/8/25 മുമ്പിൽ കിട്ടുമെന്ന് പറഞ്ഞ ചെയർമാൻ പോയ തക്കം നോക്കി ആ മിനിറ്റ്സിനകത്ത് തിരുത്തലുകൾ നടത്തി. അതെല്ലാം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കോടതി വിവരാവകാശം വെച്ച് തിരുത്തലുകൾ നടത്തി. പുതിയ ചെയർമാൻ വന്നു. അദ്ദേഹത്തെ പഴയ ചെയർമാൻ പോയില്ലേ? അദ്ദേഹം ജയിലിൽ കിടന്നാൽ എന്താണ് കുഴപ്പം എന്നാണ് ഈ മഹാത്മാ ധരിച്ചു വെച്ചിരിക്കുന്നത്.
അദ്ദേഹം പോയാലും ഇന്ത്യ ഗവൺമെന്റിന്റെ സർവീസിൽ തന്നെയുണ്ട്. പിന്നീട് വന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ അദ്ദേഹം മറ്റേ പഴയ കക്ഷികളുടെ കയ്യിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ചൂടായി എന്നാണ് അറിയുന്നത്. എന്തുകൊണ്ട് വേറെ ഒരു ഉത്തരവ് ഒരു നോട്ട് വെച്ച് ഒരു പ്രത്യേക ഉത്തരവിറക്കി 31/8/25 മുമ്പ് അല്ലെങ്കിൽ ഓണത്തിന് മുമ്പ് നമുക്ക് നിങ്ങൾക്ക് ജീവനക്കാർക്കും അവരുടെ BF-ലേക്ക് പോകേണ്ടതും അത് വിതരണം ചെയ്യാനുള്ള ഉത്തരവ് ഇറക്കിയില്ല എന്നാണ് ചോദ്യം. നമ്മളാരും മണ്ടന്മാരല്ല. അപ്പൊ അതിനെതിരെയാണ് ഈ വഞ്ചനാദിനം ഇവിടെ ആചരിക്കുന്നത്. നമ്മളിവിടെ മാത്രമല്ല, വടക്കൻ ജില്ലകളിലെ മിക്ക വൈദ്യുതി ഭവനങ്ങളിൽ ഇന്ന് ബിസിനസ് കൂട്ടായ്മയുടെ വഞ്ചനാദിനം ആചരിക്കുകയാണ്. ഈ സമയത്തും ഉച്ചകഴിഞ്ഞുമൊക്കെ അവിടെയെല്ലാം നമ്മുടെ ആയിരക്കണക്കിന് നൂറുകണക്കിന് നമ്മുടെ അംഗങ്ങളാണ് അവിടെ ഹാജരാകുന്നത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. നമ്മുടെ മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ നമ്മളാരും മണ്ടന്മാരല്ല. പെൻഷനേഴ്സ് കൂട്ടായ്മ എന്നോ മണ്ടന്മാരുടെ ഗ്രൂപ്പാണ്. ഇതിനകത്ത് ആർക്കും ഒന്നും അറിയില്ല. നമ്മളെല്ലാം ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാം ഓരോ സംഘടനയിൽ പ്രവർത്തിച്ചവരാണ്, അതിന്റെ നേതാക്കന്മാരാണ്. അവരെല്ലാം കൂടാണ് നമ്മുടെ കൂടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്നേ പറയാനുള്ളൂ, ബഹുമാനപ്പെട്ട ചെയർമാൻ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. 8-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി കോടതി തുറക്കുമ്പോൾ കോടതി ഉറക്കിയ ഉത്തരവിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കൂട്ടായ്മ വളർന്നുകൊണ്ടേയിരിക്കും. ആരെല്ലാം അതേ ഒരു കാര്യങ്ങൾ ചോദിക്കുകയാണ്, എന്തെങ്കിലും എന്നാൽ ഇനി നമുക്കൂടെ കിട്ടേണ്ട ഒരു കിട്ടേണ്ടതാണ് DA അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഏതെങ്കിലും മറ്റൊരു നിലവിലുള്ള സംഘടനകളോ ഈ വലിയ ചാരിത്രം പറയുന്ന സംഘടനയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ആരെങ്കിലും പറയുന്നു? പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ സംഘടനകൾ? അന്താരാഷ്ട്ര കാര്യങ്ങളും ലോക കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിനെയും അല്ലെ രാഷ്ട്രീയ കാര്യങ്ങളും അത് വളർത്താൻ വേണ്ടിയാണോ സംഘടന? കൂട്ടായ്മയ്ക്ക് അതല്ല ലക്ഷ്യം. കൂട്ടായ്മയുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പെൻഷൻ സുരക്ഷ, നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് കിട്ടണം. അതിന് എന്ത് നടപടികളും നമ്മൾ സ്വീകരിക്കും, യാതൊരു സംശയമില്ല. അതിന് നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടുണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വഞ്ചനാദിനം, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ വിശദീകരണത്തിനായി ബഹുമാനപ്പെട്ട നമ്മളുടെ ജനറൽ സെക്രട്ടറി ശ്രീ VP രാധാകൃഷ്ണൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയയായ അധ്യക്ഷ, KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീമതി ഈ പ്രതിഷേധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ M. മുഹമ്മദ് അലി റാവുത്തർ അവർ, സംഘടനയുടെ ട്രഷറർ ശ്രീ സോമരാജൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ ഷാജി ഖാൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജെയിംസ് M. ഡേവിഡ് അവർ, സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ AV വിമൽസൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു ബഹുമാന്യരും, നമ്മുടെ പ്രതിഷേധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തപ്പോൾ സംഘടനയുടെ പ്രസിഡന്റ് ചില കാര്യങ്ങൾ വളരെ ശക്തിയായി അവതരിപ്പിക്കുകയുണ്ടായി. ഞാനതുകൊണ്ട് മറ്റ് സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് ആദ്യം പറയാനുള്ള ഒരു വാക്യം എന്ന് പറയുന്നത്, ഈ സംഘടന 4 വർഷം പിന്നിടുമ്പോൾ സംസ്ഥാന വൈദ്യുതി ബോർഡിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്പനി KSEB ലിമിറ്റഡിന്റെ ദൈനംദിനമായ പ്രവർത്തനങ്ങളും നയപരിപാടികളും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അതിന്റെ വികാസ പരിണാമങ്ങളൊക്കെ സശ്രദ്ധം ആധികാരികമായി ശാസ്ത്രീയമായി മനസ്സിലാക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഘടന. എന്നു മാത്രമല്ല, ഈ സംഘടനയുടെ കഴിവിനൊത്തവിധം അത് ലഘുലേഖകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും വിശദീകരണ യോഗങ്ങളിലൂടെയൊക്കെ നമ്മൾ പ്രചരിപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷനേഴ്സ് കൂട്ടായ്മ എടുത്തിട്ടുള്ള നിലപാടുകളെ, പ്രവർത്തനങ്ങളെ, നടപടികളെ തെറ്റിദ്ധരിപ്പിക്കാം എന്നൊരു വ്യാമോഹം ഈ സ്ഥാപനത്തിലെ തൽപര കക്ഷികളായിട്ടുള്ള
രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായിട്ടുള്ള വർഗവഞ്ചകരായിട്ടുള്ള ആരെങ്കിലും മനസ്സിൽ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് മൂഢജടിലമാണ് എന്ന് ആമുഖമായി ഞാൻ പറഞ്ഞു. കാരണം ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട, പെൻഷനുമായി ബന്ധപ്പെട്ട, മാസ്റ്റർ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട, ത്രികക്ഷി കരാറുമായി ബന്ധപ്പെട്ട, ട്രാൻസ്ഫർ സ്കീമുകളുമായി ബന്ധപ്പെട്ട ആധികാരിക പഠനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ ഫലവും ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റും പെൻഷൻകാരും ജീവനക്കാരും 4 കൊല്ലം കൊണ്ട് സുഭിക്ഷമായി ആസ്വദിപ്പിച്ച സംഘടനയാണിത്. ആ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ മറ്റൊരു ഘടകവും KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയ്ക്ക് തടസ്സമല്ലെന്ന് ആർജവത്തോടെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് നുണ പ്രചരിപ്പിച്ചാലും, നിങ്ങൾ ഏത് തരത്തിലുള്ള നുണ പ്രചരിപ്പിച്ചാലും അത് ചിലവാകാതെ ഒട്ടകപ്പക്ഷി മരുഭൂമിയിലെ ചുടുമണലിൽ തന്റെ മുഖം പൂഴ്ത്തുന്നത് പോലെ നടക്കേണ്ട ഗതികേട് ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള സംഘടനകൾക്ക് അപമാനകരമായി, അധപ്പതനത്തിന്റെ ആൾമുദ്രയായി ആ സംഘടന മാറുവാനുള്ള കാരണമതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല കൂടുതൽ. ഞാൻ നമ്മുടെ DADR എന്ന് പറയുന്ന ഇപ്പോഴത്തെ അല്ലെങ്കിൽ കാലികമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വിശദീകരിക്കുവാൻ മാത്രമാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിലെ കമ്പനിയായി മാറിയപ്പോ സംസ്ഥാന സർക്കാർ 1ാം കക്ഷിയായും ഇലക്ട്രിസിറ്റി ബോർഡ് 2ാം കക്ഷിയായും ഈ സ്ഥാപനത്തിലെ 11 സംഘടനകൾ 3ാം കക്ഷിയായും ഉണ്ടാക്കിയിട്ടുള്ള ത്രികക്ഷി കരാർ, ആ ത്രികക്ഷി കരാറിന്റെ 2E എന്ന് പറയുന്ന വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത് ഈ കമ്പനിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നവരുടെ ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കാലാകാലങ്ങളിലുള്ള പരിഷ്കരണത്തോടെ തന്നുകൊള്ളാമെന്ന് ഞങ്ങൾ ഇതിനാൽ വാഗ്ദത്തം ചെയ്യുന്നു. വി ഹിയർബൈ ഗ്യാരണ്ടി ദാറ്റ് എന്നാണ് വാക്ക്. ഞങ്ങൾ ഇതിനാൽ ഉറപ്പു നൽകുന്നു, ഞങ്ങൾ ഇതിനാൽ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ എഴുതി തന്ന അന്തസ്സുള്ളവരാരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവ് മര്യാദയ്ക്ക് പാലിക്കാൻ തയ്യാറാകും. മര്യാദയ്ക്ക് പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ അത് ആരായാലും ഏത് സമുന്നതനായാലും അവനെ കൊണ്ട് ഞങ്ങളത് പാലിപ്പിക്കും. അതിനുവേണ്ടിയാണ് ഈ സംഘടന, അതിനുവേണ്ടി മാത്രമാണ് ഈ സംഘടന, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല. അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ 7/2021 വരെയുള്ള ക്ഷാമബത്ത, ക്ഷാമാശ്വാസം, കുടിശ്ശിക സഹിതം 1 കൊല്ലത്തിനധികം വൈകാതെ ഇലക്ട്രിസിറ്റി ബോർഡിന് എന്നുവരെ കിട്ടി? 10/1/22 ഉത്തരവ് വരെ കിട്ടി. 10/1/22 ഡോക്ടർ D. അശോക് ഈ സ്ഥാപനത്തിന്റെ ചെയർമാനായിരുന്ന സമയത്ത് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ കുടിശ്ശികയുള്ള 2 ക്ഷാമബത്തയുണ്ട്, ഞങ്ങൾക്കത് തരണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തേക്കാൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു ഈ സ്ഥാപനം. അന്ന് ചെയർമാൻ നമ്മളോട് പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ദുഷ്കരമാണ്. അന്ന് നമ്മൾ പറഞ്ഞു, ഇലക്ട്രിസിറ്റി ആക്ടിന്റെ 133ാം വകുപ്പനുസരിച്ച് ഈ സ്ഥാപനവും സർക്കാരും സംഘടനകളും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ത്രികക്ഷി കരാർ പ്രകാരം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണത്. മറ്റൊന്ന്, 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത് ഉള്ള വ്യവസായ തർക്ക നിയമത്തിന്റെ 18ാം വകുപ്പനുസരിച്ച് ഈ സ്ഥാപനത്തിലെ ട്രേഡ് യൂണിയനുകൾ ഒപ്പിട്ടിട്ടുള്ള 2016ലെയും 2021ലെയും ആർട്ടിക്കിൾ 5(1) അനുസരിച്ച് കേന്ദ്ര ലേബർ ബ്യൂറോ ഉപഭോക്തൃ വിലസൂചന പ്രഖ്യാപിക്കുമ്പോൾ അതിനനുസൃതമായ ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ആരുടെയും അനുവാദമില്ലാതെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരനും പെൻഷൻകാരനും നൽകാമെന്ന് എഴുതി ഒപ്പിട്ടിട്ടുള്ളതാണ്. തലയ്ക്ക് വെളിവുള്ള ആളായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇത് മനസ്സിലായി. 10/1/22 അദ്ദേഹം ഉത്തരവിറക്കി. ആ ഉത്തരവ് കുടിശ്ശിക സഹിതം DADR കൊടുക്കാനായി. അന്ന് ആകെ കുടിശ്ശിക നമുക്ക് 2 ഗഡു കുടിശ്ശികയാണ്, 2 ഗഡുക്കളാണ്.
ഒന്ന് 1 വർഷം, മറ്റൊന്ന് 6 മാസം. അത് രണ്ടും കുടിശ്ശിക സഹിതം. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ DA ഇല്ല, DR ഇല്ല. ഉണ്ണാക്കിൽ പഴം തിരിഞ്ഞു നടക്കുന്ന ഉടുപ്പില്ലാത്ത ഈ വൃത്തികെട്ട വർഗത്തിന് ക്ഷാമാശ്വാസവും ക്ഷാമാവസ്ഥയും ചോദിക്കാനുള്ള നട്ടലും വിവരവുമില്ലായിരുന്നു. തങ്ങൾ എഴുതിക്കൊടുത്തുവിട്ട കരാറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് കോപ്പി പേസ്റ്റ് ചെയ്താണെങ്കിൽ ഒപ്പിട്ടപ്പോ ഒന്ന് വായിച്ചു നോക്കണമായിരുന്നു. അതുപോലും വായിച്ചു നോക്കാത്ത വൃത്തികെട്ടവന്മാർ. എത്ര കൊല്ലം 2.5 കൊല്ലം, 31 മാസം ഈ സ്ഥാപനത്തിൽ എത്ര കുടിശ്ശിക ബാക്കിയുള്ളപ്പോ 19% കുടിശ്ശിക തരാനുള്ളപ്പോൾ ഒരു ഗഡു ക്ഷാമബത്ത പോലും ചോദിക്കാനാളില്ല. അവസാനം ക്ഷാമബത്തയും പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങളും 6-9 എന്ന് പറയുന്ന ക്ലോസ് ഒഴിവാക്കിക്കൊണ്ടിറക്കിയ വിജ്ഞാപനവും കോടതി സസ്പെൻഡ് ചെയ്ത് ഡ്യൂട്ടി നിലനിർത്തി. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ ഡ്യൂട്ടിയും DAയും DR-ഉം ചോദിച്ചു തുടങ്ങിയപ്പോ മാളത്തിൽ നിന്ന് പാമ്പ് തലനീട്ടി. മാളത്തിൽ നിന്ന് ഈ വിഷസർപ്പങ്ങൾ തലപുറത്തേക്കിട്ടു. ഉടനെ വേഷം മാറി, സമരമായി, കോലാഹലമായി, പണിമുടക്ക് ഭീഷണിയായി. എന്താ സംഭവിച്ചതെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും. അങ്ങനെ 29/7/24 3% DA/DR കുടിശ്ശികയുടെ ഉത്തരവ് ചെയർമാന്റെ ഒരു കാര്യാലയ ഉത്തരവായി ഇറങ്ങി, ഓഫീസ് ഓർഡറായിട്ടാണ്. ആ ഉത്തരവിൽ 8-ാം മാസം മുതലുള്ള ആഗസ്റ്റ് 24 മുതലുള്ള ശമ്പളത്തോടൊപ്പം പെൻഷനോടൊപ്പം DAയും DR-ന്റെയും 3% കുടിശ്ശിക കൊടുക്കുവാനും ബാക്കി 31 മാസത്തെ കുടിശ്ശിക 10 തവണകളായി പെൻഷൻകാരന് ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശികയായി കൊടുക്കാനും ജീവനക്കാരന്റെ PF-ൽ ഒന്നിച്ച് ലയിപ്പിക്കാനും ഉത്തരവിറങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ആടുകിടന്നെടുത്ത് കൂട പോലുമില്ല. 8-ാം മാസം DAയും DR-ഉം കൊടുത്തു. 3/25 സർക്കാരിൽ DA/DR പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ അടുത്ത 4% DA ഉത്തരവിറങ്ങി. DA/DR ഉത്തരവിറങ്ങി 3/2025. ഉടനെ അങ്കലാപ്പായി, നെട്ടോട്ടമായി. ഉത്തരവൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇറങ്ങി. ഉത്തരവിറങ്ങിയപ്പോ എന്താ ലേബർ റൂമിൽ നിന്ന് പ്രസവിച്ചു കൊണ്ടുവന്നപ്പോ കുഞ്ഞു മാത്രമേ ഉള്ളൂ, തള്ളയില്ല. തള്ളയെ കൊന്നു. കരാറനുസരിച്ച് നൽകേണ്ട കുടിശ്ശിക ഉപേക്ഷിച്ചുകൊണ്ട് പെറ്റ തള്ളയെ കഴുത്തു ധരിച്ചു കൊന്ന കാവാലികരാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ NCTOE. മനസ്സിലാക്കണം. നമ്മൾ പെൻഷനേഴ്സ് കൂട്ടായ്മ പറഞ്ഞു, ഈ ഉത്തരവിൽ കുടിശ്ശികയില്ല, കുടിശ്ശിക നിഷേധിക്കുന്നു. കുടിശ്ശിക നിഷേധത്തിനെതിരെ 1/4/25 ഈ സ്ഥലത്തുൾപ്പെടെ നമ്മൾ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോ കോളാമ്പിക്കാരൻ വന്നു, ഊത്തുകാരൻ വന്നു. എന്താ ഊത്തുകാരൻ പറഞ്ഞത്? കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടന നുണ പ്രചരിപ്പിക്കുന്നു, കള്ളം പ്രചരിപ്പിക്കുന്നു. ഈ കുടിശ്ശിക എന്നേ നമ്മുടെ കയ്യിൽ കിട്ടേണ്ടതാണ്, അത് കിട്ടിയതുപോലെയാണ്. ഇൻകം ടാക്സ് കൊടുത്ത് മുടിയുന്ന നമ്മളെ രക്ഷിക്കാൻ ഞങ്ങൾ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ കുടിശ്ശിക ഇട്ടുകൊണ്ട് നടക്കുകയാണ് എന്നാണ്. ഞങ്ങൾ കുടിശ്ശിക മേടിച്ചു വച്ചിരിക്കുകയാണ്, അടിവസ്ത്രത്തിന്റെ പോക്കറ്റിൽ കുടിശ്ശികയുണ്ട്, 4-ാം മാസം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. കൂട്ടായ്മയ്ക്ക് സന്തോഷമായി. 4-ാം മാസം കിട്ടുമല്ലോ. 4-ആയി, 5-ആയി, 6-ആയി. ഇറങ്ങിയ ഉത്തരവിന്റെ കുടിശ്ശികയില്ല, പുതിയ ഉത്തരവിലോ കുടിശ്ശികയേയില്ല.
അലങ്കാരം അർത്ഥാപത്തി എന്ന് പറഞ്ഞ പോലെയാണ്, അല്ലേ? അപ്പത്തിൻ കോൽ എലി ഭക്ഷിച്ചു, അപ്പത്തിൻ കഥ പറയാനുണ്ടോ എന്നാണ്. അപ്പത്തിന്റെ കോല് വരെ എലി തിന്നു, പിന്നെ അപ്പത്തിന്റെ കാര്യം പറയേണ്ടതില്ല എന്ന് പറഞ്ഞ പോലെ ഇറങ്ങിയ ഉത്തരവിലെ കുടിശ്ശികയ്ക്ക് പണമില്ല, തന്നില്ല. പുതിയ ഉത്തരവിൽ ഇതില്ല, കുടിശ്ശികയേ ഇല്ല. മാസം എത്രയായി? 6 മാസം കഴിഞ്ഞു. അതിനിടയ്ക്ക് കഴിച്ച അണ്ടിപ്പരിപ്പും ചായയും ഒക്കെ ദഹിച്ചിട്ട് മാസം 6 ആയി. നാണമില്ലേ? കാവി ഉടുത്ത് കായസഞ്ചിയും എടുത്ത് കാശിക്ക് പോ, അല്ലെങ്കിൽ ഇവിടുന്ന് വളരെ അടുത്താണ് രാമേശ്വരം, ശവരത്തിന് പോണം. മനസ്സിലായോ? അങ്ങനെ കാണിക്കുന്ന കോപ്രായത്തിന് കീവിളിക്കാനിരിക്കുന്ന ആളുകളല്ല കൂട്ടായ്മ. ഞങ്ങൾ ആരെയും മൂടുതാങ്ങി നിർത്താൻ ഉണ്ടാക്കിയതല്ല ഇത്. മൂടുതാങ്ങി നിർത്താൻ ഉണ്ടാക്കിയതല്ല. ഈ താങ്ങി നിർത്തിയിരിക്കുന്ന മൂടിനെ ഇളക്കാനുണ്ടാക്കിയിരിക്കുന്നതാണ്. അത് ഞങ്ങൾ ഇളക്കും. ആ താങ്ങ് ഞങ്ങൾ അടിച്ച് താഴ്ത്തിടും. ഒരു സംശയം അതിനകത്ത് വേണ്ട. 12/6/25 കേരള ഹൈക്കോടതിയിൽ നിവേദനങ്ങൾ അനേകം കൊടുത്ത്, പ്രക്ഷോഭങ്ങൾ അനേകം കൊടുത്ത്, കഴിഞ്ഞിടയ്ക്ക് ഏതോ ഒരു ഗ്രൂപ്പിലിട്ടതായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു, പെൻഷനേഴ്സ് കൂട്ടായ്മ ഇതാ ശരീരം അനങ്ങി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ നിന്ന് കട്ട് നിന്ന് തൊഴുത്തതിന്റെ ഒരു ദുർമേധസ്സും ഇല്ല. ഈ അങ്കണത്തിൽ, ഈ സ്ഥലത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള, കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള നിരന്തരമായ പ്രതിഷേധങ്ങൾ, നിരന്തരമായ പ്രക്ഷോഭങ്ങൾ, അല്ലാതെ ആണ്ടറുതിക്ക് സമരബലിയിട്ടിട്ട് ചാത്ത ഉണ്ണാൻ വരുന്ന അലവലാദികളല്ല ഞങ്ങൾ. മനസ്സിലായോ? ഇവിടത്തെ ദീർഘകാല കരാർ അംഗീകരിക്കാതെയും നടപ്പാക്കാതെയും ലേബർ കോഡിനെതിരെ സമരം ചെയ്യാനുള്ള ഉളുപ്പില്ലായ്മ ഞങ്ങൾക്കില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് ആദ്യം നന്നാക്കിയിട്ട് വാ നാണമുണ്ടെങ്കിൽ. മനസ്സിലായോ? സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ മണിയാർ പിടിച്ചെടുക്കൂ. സോൾ ബാർഗൈനിങ് ഏജന്റ് അല്ലേ? മൊത്ത കച്ചവടക്കാരാണ്. വില പറഞ്ഞ ലേലത്തിൽ കൊണ്ട് ലേലം ഞങ്ങളുടെ വിലയ്ക്ക് ഉറപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരെയാണ് തൊഴിൽ തർക്ക നിയമത്തിൽ കൂട്ടവില പേശൽ ശക്തിയില് സോൾ ബാർഗൈനിങ് ഏജന്റ് എന്ന് വിളിക്കുന്നു. അതാകൂ. നിങ്ങളോടുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ലത്, നന്നാകൂ. അപ്പോ അങ്ങനെ ഇത് കിട്ടാതെ വന്ന സമയത്ത് 12/6/25 കേരള ഹൈക്കോടതിയിൽ നമ്മൾ ഒരു ഹർജി ഫയൽ ചെയ്തു. ഹർജി ഫയൽ ചെയ്തത് 29/7/24 ഇറക്കിയ DADR കുടിശ്ശിക കിട്ടാൻ വേണ്ടി മാത്രമല്ല. ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ത്രികക്ഷി കരാറനുസരിച്ച്, ദീർഘകാല കരാറനുസരിച്ച് നിയമാനുസൃതം കിട്ടേണ്ട DADR കുടിശ്ശിക പൂർണ്ണമായും കിട്ടണം. അനുവദിച്ചിട്ടുള്ള DADRന്റെ കുടിശ്ശിക കിട്ടണം. അനുവദിക്കാത്തത് കുടിശ്ശിക സഹിതം അനുവദിക്കണം. അത് കേന്ദ്ര നിയമത്തിന്റെ പ്രാബല്യമുള്ള, പിൻബലമുള്ള ത്രികക്ഷി കരാറിന്റെയും ദീർഘകാല കരാറുകളുടെയും അടിസ്ഥാനത്തിലാണ്. അതാരുടെയും ഔദാര്യമല്ല. അതിന് നിയമപരിരക്ഷയുണ്ട്. ആ നിയമപരിരക്ഷയുള്ളത് കൊണ്ടാണ് നീതിന്യായ വ്യവസ്ഥിതിയുള്ള ഈ രാജ്യത്ത് ഞങ്ങൾ കോടതിയെ സമീപിച്ചത്. അത് ഞങ്ങളുടെ ദൗർബല്യമൊന്നുമല്ല. അത് ഞങ്ങൾക്ക് കാര്യവിവരമുള്ളത് കൊണ്ടാണ്. അത് ഞങ്ങൾക്ക് ആളുകളെ വേഷം കെട്ടിച്ച് തുള്ളിച്ച് പറ്റിക്കാൻ വേണ്ടിയല്ല. നിന്റെയൊക്കെ ഉപജീവനത്തിന് നാടകം കളിക്കണമെങ്കിൽ അത് കൂട്ടായ്മയുടെ ചെലവിൽ വേണ്ട. മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ അധികാരങ്ങൾ വേണം, അഡ്വൈസറി കമ്മിറ്റി വേണം. മനസ്സിലായോ? കിണറ്റിൽ അമാത്യം കലക്കിയവന് അഡ്വൈസറി കമ്മിറ്റി ആകണമെങ്കിൽ അതൊക്കെ ആ ചെലവിലായിക്കോളൂ. അതിന് ഞങ്ങളുടെ ചെലവ് വേണ്ട, ഞങ്ങളതിന് കിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ കേസ് ചെയ്തപ്പോൾ അതിലൊരു ഇടക്കാല ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ ഇടക്കാല ആവശ്യമാണ് 29/7/24 അനുവദിച്ചിട്ടുള്ള DADR കുടിശ്ശിക ഉടൻ നടപ്പിലാക്കണമെന്നാണ്.
ഇടക്കാല ആശ്വാസമല്ലെങ്കിൽ ഇടക്കാല ആവശ്യം കോടതി പ്രഥമ പരിഗണനയ്ക്കെടുത്തു. ഇലക്ട്രിസിറ്റി ബോർഡിനും സംസ്ഥാന സർക്കാരിനും നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന് മറുപടിയില്ല. എങ്ങനെ കൊടുക്കണമെന്ന് വരെ വിശദീകരിച്ചിട്ടുള്ള ഈ ഉത്തരവിൽ എന്താണത് കൊടുക്കാത്തതെന്ന് കൃത്യമായി മറുപടി പറയണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. മറുപടി കേൾക്കണം നിങ്ങൾ. നിങ്ങളെക്കാളുപരി ഈ സ്ഥാപനത്തിലെ ട്രേഡ് യൂണിയൻകാരൻ കേൾക്കണം. എന്തുകൊണ്ടാണ് DADR കിട്ടാത്തതെന്ന് സമരം ചെയ്യണവനും അറിയില്ല, അത് കേൾക്കണവനും അറിയില്ല. അതാണ് അവസ്ഥ. കാരണം നിങ്ങൾ തിരയുന്നത്, നിങ്ങൾ പറ്റിക്കുന്നത് ഇരുട്ടറയിലെ കറുത്ത പൂച്ചയെ ചൂണ്ടിക്കാട്ടിയാണ്. കറുത്ത പൂച്ച, ആ കറുത്ത പൂച്ച ഇരിക്കുന്ന ഇരുട്ടറയിലാണ്. ആ ഇരുട്ടറ എന്ന് പറയുന്നത് കേരള സർക്കാർ 16/12/23 ഇറക്കിയ ഉത്തരവാണ്. എന്താണ് ഉത്തരവ്? ഇലക്ട്രിസിറ്റി ബോർഡിൽ അതിന്റെ നഷ്ടം ഞങ്ങൾ ഏറ്റെടുത്തു. ഇനി ഈ സ്ഥാപനത്തിൽ നിലവിലുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കണമെങ്കിൽ, പുതിയത് കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. നാണമില്ലേ? നെറികെട്ട കോർഡിനേഷൻ കമ്മിറ്റിക്കാർ. NCC എന്ന് പറയുന്നതിന്റെ പൂർണ്ണരൂപം മാറ്റേണ്ട കാലം കഴിഞ്ഞു. നെറികേടിന്റെ കോർഡിനേഷൻ കമ്മിറ്റി. നിങ്ങൾക്ക് നാണമില്ലേ? കരാർ ഒപ്പിട്ട് കൊടുത്തവൻ, ദീർഘകാല കരാർ ഒപ്പിട്ടവൻ, ത്രികക്ഷി കരാർ ഒപ്പിട്ടവർ, നിങ്ങളുടെ അവകാശങ്ങൾ ഇനി ചോദിക്കണമെങ്കിൽ അങ്ങ് തമ്പുരാന്റെ അനുമതി വേണമെന്ന് ഉത്തരവിറങ്ങിയിട്ട് കേട്ട ഭാവമില്ല. സമരം ചെയ്യൂ. നിഴലിനോടല്ല യുദ്ധം ചെയ്യേണ്ടത്. ഉത്തരവിറക്കിയിരിക്കുന്ന സർക്കാരാണ്. സർക്കാരിനെതിരെ സമരം ചെയ്യുവാൻ അന്തസ്സുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ 16/12/23 ഉത്തരവ് പിൻവലിപ്പിക്കാൻ ഈ NCCOയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അതില്ലാതെ ആളെ പറ്റിക്കരുത്. ഞങ്ങൾ 16/12/23 ഉത്തരവ് നിയമപരമായി നിലനിൽക്കാത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് പുല്ലുവിലയാണ് കൊടുത്തിരിക്കുന്നത്. പുല്ലുവിലയാണ്. കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ടിട്ടുള്ള കരാറും അവകാശങ്ങളും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ലംഘിക്കാൻ ശ്രമിച്ചാൽ അത് ആനയെ കോഞ്ഞാട്ടക്കടിക്കണ പോലെയാണ്. അതുകൊണ്ട് അത് നിലനിൽക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. അവസാനം ഇലക്ട്രിസിറ്റി ബോർഡ് വന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കേൾക്കണം. ഇലക്ട്രിസിറ്റി ബോർഡ് 29/7/24 ഉത്തരവ് അംഗീകരിക്കുന്നു, അത് പാലിക്കാൻ തയ്യാറാണ്. അപ്പൊ കോടതി ചോദിച്ചു, പിന്നെന്താ ഇത് കൊടുക്കാത്തത്? ഇപ്പൊ ഫുൾ ബോർഡിന് വിട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൊടുക്കാത്തത് ഫുൾ ബോർഡ് മീറ്റിംഗിൽ സർക്കാർ പ്രതിനിധികൾ സർക്കാരിൽ നിന്ന് അംഗീകാരം കിട്ടാത്തത് കൊണ്ട് എതിർക്കുന്നത് കൊണ്ടാണ്. എന്താ DADR കിട്ടാത്തതിന്റെ കാരണം എന്ന് മനസ്സിലായല്ലോ. സർക്കാർ പ്രതിനിധികൾ ഫുൾ ബോർഡിൽ എതിർക്കുന്നതാണ്. അപ്പൊ കോടതി സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിച്ചു, എന്ത് പറയുന്നു? അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോ കോടതി എന്ന് പറഞ്ഞു, അറിയില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബോർഡും സർക്കാരും തമ്മിൽ നടത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എഴുത്തുകുത്തുകൾ ഇപ്പൊ തന്നെ നിങ്ങൾ ആർക്ക് കൊടുക്കണം? സർക്കാരിന്റെ വക്കീലിന് കൊടുക്കണം. അങ്ങനെ വാങ്ങിയിട്ട് സർക്കാരിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് 22-ാം തീയതിക്ക് മുമ്പ് പറയണം. 22/7/25 മുമ്പ് പറയണം. സർക്കാർ പറഞ്ഞു. 21/7/25 സർക്കാർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നഷ്ടം സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് 16/12/23
ഇനി എന്തെങ്കിലും ആനുകൂല്യം ഇവിടെ കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്ന ഉത്തരവ് നിലവിലുണ്ട്. ആ ഉത്തരവ് ഉള്ളത് കൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ ബോർഡ് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് നടപ്പാക്കുന്നത്. ഇത് തന്നെയാണ് 25-ാം തീയതി സംഭവിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ചുരുട്ടിപ്പരത്തി ഫുട്ബോളിൽ വിട്ടിരിക്കുന്നത്. പറ്റിയില്ലെങ്കിൽ ഇറങ്ങിപ്പോ മനുഷ്യരെ. വേറെ വല്ല പണിക്കുമ്പോ ഡയറക്ടർമാരൊക്കെ ഇഷ്ടമായ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടായിട്ടുണ്ട്. വേറെ വല്ല പണിക്കുമ്പോ മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് സർക്കാർ കണ്ടുപിടിക്കുമ്പോ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജീവനക്കാരന് പെൻഷൻ DA ഇത് പറയൂ. ആര് പറയണം? NCC കൂട്ടായ്മക്കാരൻ കോടതിയിൽ കേസ് കൊടുത്ത് സമരം ചെയ്ത് കേസ് കൊടുത്ത് പെൻഷൻ സുരക്ഷയും DR മേടിക്കുമ്പോ ചേട്ടാ വന്ന് ഞങ്ങൾക്കൊരു ഉമ്മയാണ്. നീയൊക്കെ തലകുത്തി നിന്നിട്ട് ഒറ്റക്കാലിൽ തപസ് ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ സർക്കാരല്ലേ നടക്കാത്തൊരു നല്ല കാര്യം ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഈ സ്ഥാപനത്തിലെ 10-60,000 പേർക്ക് വേണ്ടിയാണ്. നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിലും ദൈവത്തെ ഓർത്ത്, ഇതിൽ പണിയെടുക്കുന്ന മനുഷ്യരെ ഓർത്ത് ഇങ്ങനെ ചെയ്യരുത്. ഇതിനെയാണ് വർഗവഞ്ചന, കുതികാലുവെട്ട്, കരിങ്കാലികൾ എന്നൊക്കെ ട്രേഡ് യൂണിയൻ ഭാഷയിൽ പറയുന്നത്. നാട്ടുഭാഷയിൽ പറയുന്നത് ഞാൻ പറയുന്നില്ല. മനസ്സിലായി? ഇതിനെയാണ്. അപ്പൊ അങ്ങനെ ഈ സർക്കാരിന്റെ ഉത്തരവാണ് ഇതിന്റെ തടസ്സം എന്ന് പറഞ്ഞപ്പോ കോടതി പറഞ്ഞു അതും ഇതുമായി ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്ത്? ഒന്നുകൂടി സർക്കാരിനോടൊന്ന് ചോദിച്ചേക്കട്ടെ. ശരി, ഒന്നുകൂടി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ഒന്നുകൂടി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് എന്താ മിണ്ടാട്ടം മുട്ടി. പിന്നെ കുത്തിയിട്ടും തോട്ടിയിട്ടും മാന്തിയിട്ടും ചിക്കിയിട്ടും കമാന്നൊരക്ഷരം വിടുന്നില്ല. അപ്പൊ അതിനിടയ്ക്ക് ഒരു ഹർജി കൂടി കോടതി വന്നു. ആ ഹർജി ഫയൽ ചെയ്യുന്നത് ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞ് 23-ാം തീയതിയാണ്. ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി ഫയൽ ചെയ്യുന്നതിനെ കൂട്ടായ്മ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. കാരണം അവകാശങ്ങൾ നിയമപരമായി സംരക്ഷിക്കേണ്ടത്, നിയമപരമായി നേടിയെടുക്കുക എന്ന് പറയുന്നത് ഉന്നതമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് കൂട്ടായ്മ. അതുകൊണ്ട് കൂട്ടായ്മ അതിനെ സ്വാഗതം ചെയ്തു. പക്ഷേ അതിന്റെ പേരിൽ കൂട്ടായ്മയോട് മത്സരിക്കുന്നു. അതിന്റെ പേരിൽ മാങ്ങയാണോ അണ്ടിയാണോ മൂത്തത് എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ വന്നാൽ അത് ശരിയായൊരു നടപടിയല്ല. ഇലക്ട്രിസിറ്റി ബോർഡിലെ 3 കേസുകൾ നടത്തി നിർണായകമായ എക്കാലത്തേക്കും ബാധകമായിട്ടുള്ള ഉത്തരവുകൾ സമ്പാദിച്ചിട്ടുള്ള സംഘടനയാണ് കൂട്ടായ്മയെങ്കിൽ കൂട്ടായ്മയ്ക്ക് കേസ് നടത്താൻ അറിയാം. കേസ് നടത്തിയിട്ടുണ്ട്, കേസ് നടത്തി വിജയിച്ചിട്ടുണ്ട്. ഇനി കേസ് തോറ്റാൽ ഞങ്ങൾ ഇവിടെ വന്ന് ഏത്തമിള ഈ മൈക്കില്ല. തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ തെറ്റുപറ്റാതെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. മനസ്സിലായോ? ആണ്. പക്ഷെ തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി. പക്ഷേ ഈ ഒളിച്ചുകളി ആരും കളിക്കരുത്. അങ്ങനെ കോടതി പറഞ്ഞു. കോടതി 7/8/25 ഉത്തരവ് പറഞ്ഞു. എന്താ ഉത്തരവ്? 29/7/24 ഉത്തരവനുസരിച്ചുള്ള DADR കുടിശ്ശിക കേട്ടോളണം. ഉത്തരവ് എന്താണെന്ന് കേട്ടോളണം. 29/7/24 ഉത്തരവനുസരിച്ചുള്ള DADR കുടിശ്ശിക ഒന്നിച്ചോ തവണകളായോ 2025 ഓഗസ്റ്റിൽ കൊടുക്കണമെന്ന് രണ്ടാം എതിർകക്ഷിയായ KSEB ലിമിറ്റഡ് CMDക്ക് കോടതി നിർദ്ദേശം നൽകുന്നു. ഇതാണ് ഉത്തരവ്. അപ്പൊ എന്ത് പറഞ്ഞു? കൂട്ടായ്മ കേസിന് പോയതുകൊണ്ട് ഒന്നിച്ച് മേടിക്കാൻ പോയത് തവണയായി പോയി. ഇതൊക്കെ ആരോട് പറയും? ഇതിന് സഭ്യമായ മറുപടിയില്ല.
ഇതിനൊക്കെ കൃത്യമായ മറുപടിയുണ്ട്. പക്ഷേ വളരെ ആത്മനിയന്ത്രണം പാലിച്ച് പറയാത്തതാണ്. മനസ്സിലായോ? വളരെ ആത്മനിയന്ത്രണം പാലിക്കുന്നതുകൊണ്ട് പറയാത്തതാണ്. ഇവിടെ കഴിഞ്ഞ 1.5 കൊല്ലം, കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ചായയും കുടിച്ച് വന്നിട്ട് കുടിശ്ശികയില്ലാത്ത ഉത്തരവ് ഇറക്കി. ഉത്തരവ് പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞ ഉത്തരവ് നീയൊക്കെ ഇറങ്ങിപ്പോന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോ 20-ാം തീയതി സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കിയില്ലേ, KSEBയിലും KSRTCയിലും DAയും DR കൊടുക്കണമെങ്കിൽ മുൻകൂർ അനുമതി എന്ന നിലവിലെ വ്യവസ്ഥ തുടരും എന്ന് ഉത്തരവിറക്കി. ഈ കഴിഞ്ഞ ദിവസവും ഇറക്കിയില്ലടാ കഴുതകളെ, ഇറക്കിയില്ലേ? കഴിഞ്ഞ ദിവസം ഇറക്കിയില്ലേ? കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുമ്പ് ഏറ്റവും പുതിയ DA ഉത്തരവ്, സംസ്ഥാന സർക്കാരിലെ DA ഉത്തരവിലെ 8ാമത്തെ ക്ലോസ് എടുത്ത് കണ്ണും തലയും ഉണ്ടെങ്കിൽ നോക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? KSEBയിലും KSRTCയിലും DAയും DR കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്ന നിലവിലെ പ്രാക്ടീസ് തുടരണം എന്നാണ്. എന്നിട്ട് ആരുടെ മുമ്പിൽ എന്ത് നെഗളിപ്പ് കാണിക്കുകയാണ്? എന്നിട്ട് ആരെയാണ് കഴുതയാക്കുന്നത്? 7-ാം തീയതി ഉത്തരവിറക്കി, 9-ാം തീയതി ഉത്തരവ് കിട്ടി, 9-ാം തീയതി ഈ സ്ഥാപനത്തിലെ CMDക്ക് നമ്മൾ മെയിൽ ചെയ്തു, 11-ാം തീയതി നേരിട്ട് കൊടുത്തു. പിന്നെ ഇവിടെ എന്താ? തിരുവനന്തപുരത്ത് ഒരു ബെഞ്ച് വേണമെന്ന് പണ്ട് മുതലേ ആവശ്യമുണ്ട് തിരുവനന്തപുരത്തുകാരന്. ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് വേണമെന്ന്. ബെഞ്ചുമില്ല, സ്റ്റൂളും ഇല്ല ഇവിടെ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ബോധമില്ലാത്തവൻ, വിവരമില്ലാത്തവൻ, ഡയറക്ടർ ബോർഡ് മെമ്പറല്ലാത്തവൻ ആരുടെയെങ്കിലും വക്കാലത്ത് മേടിച്ച് ഏതെങ്കിലും റിസോഴ്സ് പേഴ്സണോ ആരാണ് പേഴ്സണൽ ഓഫീസറോ ഒക്കെ ആയിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് കളിക്കണം. നിന്റെയൊക്കെ കസേര ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചല്ല, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചല്ല. ഇവിടുത്തെ NCCOക്കാരന്റെയും അത് ചീഫ് പേഴ്സണൽ ഓഫീസറുടെയും ആഫീസ് എന്നോർത്തോളണം, അതോർത്തോളണം. ഹൈക്കോടതിയുടെ ഉത്തരവ് തിരുത്തുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവിൽ പലപ്പോഴും പാലിക്കാതെ വരും. മര്യാദയുണ്ട്. ഓഗസ്റ്റിൽ കാശ് കൊടുക്കാൻ പറഞ്ഞാൽ ഓഗസ്റ്റിൽ ചിലപ്പോൾ കാശ് കൊടുക്കാൻ പറ്റിയില്ല. കാശില്ലെങ്കിൽ അത് ഹൈക്കോടതിയോട് പറയണം. അല്ലെങ്കിൽ കോടതി രക്ഷ കേസ് വരുമ്പോ പറയണം ഞങ്ങൾ കൊടുക്കാൻ വെച്ചിരുന്നതാണ്, പ്രത്യേക സാഹചര്യത്തിൽ കാശില്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും മനസ്സിലാകും, കോടതിക്കും മനസ്സിലാകും. അല്ലാതെ നാടകം കളിക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങളങ്ങനെ കശ്മലന്മാരൊന്നുമല്ല, നിങ്ങളെ പോലെ പോക്കിരിത്തരം കാണിക്കുന്നവരുമല്ല. അതിനു പകരം കോടതി ഓഗസ്റ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ഒക്ടോബർ മാസം കൊടുക്കുമെന്ന് ഉത്തരവ് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഓർത്തോളണം, നിന്നെയൊക്കെ ഇച്ഛാവരപ്പിക്കും. ഒരു സംശോധനക്ക് വേണ്ട, ഒരു സംശോധനകത്ത് ആർക്കും വേണ്ട. മനസ്സിലായോ? കൂട്ടായ്മ കേസ് നടത്തിയാൽ, കൂട്ടായ്മ പ്രക്ഷോഭം നടത്തിയാൽ ആരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള പ്രക്ഷോഭവും സമരവും കേസും ഞങ്ങൾ നടത്തില്ല. ഞങ്ങൾ നടത്തുന്നത് സത്യസന്ധമായ, സുതാര്യമായ, ആത്മാർത്ഥമായ പ്രക്ഷോഭമാണ്, നടപടികളാണ് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പാലിക്കുവാൻ അടിയന്തിരമായ നടപടികൾ ഈ സ്ഥാപനത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. നമ്മുടെ സംഘടനയിലേക്ക് അംഗത്വം എടുക്കുന്നതിനായി 2 പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ശ്രീ ദേവപാലൻ, ശ്രീ അൻസാരി. അംഗത്വം എടുക്കുന്നതിനായി അവരെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ശ്രീ ദേവപാലനെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അൻസാരി കൂട്ടായ്മ കുടുംബം ഇനി ആയിരങ്ങൾ വരാൻ പോവുകയാണ്. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ നന്ദി പ്രകാശനത്തിനായി നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ AV വിമൽചന്ദ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, സമയം വളരെ വൈകിയതിനാൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒറ്റ വാക്കിൽ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും
വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു.